നമോ ബ്രഹ്മണേ നമസ്തേ വായോ ത്വമേവ പ്രത്യക്ഷം ബ്രഹ്മാസി ത്വാമേവ പ്രത്യക്ഷം ബ്രഹ്മ വദിഷ്യാമി ഋതം വദിഷ്യാമി സത്യം വദിഷ്യാമി തന്മാവവതു തദ്വക്താരമവതു അവതു മാം അവതു വക്താരം. ഓം ശാന്തി ശാന്തി ശാന്തി. നമ്മളിന്ന് ആത്മജ്ഞാനത്തിൻ്റെ അല്ലെങ്കിൽ അദ്വൈത വേദാന്തത്തിൻ്റെ സാധനാ ചതുഷ്ടയത്തിനെ പറ്റിയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സാധനാ ചതുഷ്ടയത്തിൽ നമ്മൾ നേരത്തെയും ഡിസ്കസ് ചെയ്തതാണ് സാധനാ ചതുഷ്ടയപ്പറ്റി. അതിൽ കാര്യമായിട്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈരാഗ്യത്തിനെ പറ്റിയാണ്. സാധനാ ചതുഷ്ടയത്തിലെ രണ്ടാമത്തെ ക്വാളിഫിക്കേഷനായ വൈരാഗ്യം, അതിനെപ്പറ്റിയാണ് ഇന്ന് നമ്മൾ കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ വിവിധ ഭാഗങ്ങളും വിവിധ അർത്ഥങ്ങളും എങ്ങനെയൊക്കെയാണ് അത് നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റുക വൈരാഗ്യം എന്നുള്ള അവസ്ഥ, എന്തിനൊക്കെ വേണ്ടിയാണ്, എന്താണ് അതിൻ്റെയൊക്കെ പ്രത്യേകത എന്നൊക്കെയാണ് ഇന്ന് കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ അതിനു മുന്നേ നമ്മൾ അദ്വൈത വേദാന്തം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ആ അദ്വൈത വേദാന്തത്തിനെ പറ്റി നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് പഠിക്കാൻ വേണ്ടി നോക്കുന്നത്, നമ്മൾ മോക്ഷം എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് നമ്മൾ എത്തുമ്പോഴാണ്. നമ്മൾക്ക് മോക്ഷം ആവശ്യം എന്ന് തോന്നുന്ന സമയത്താണ് നമ്മൾ ഈ അദ്വൈത വേദാന്തത്തിനെ പറ്റി ചിന്തിക്കുന്നത്. അപ്പോൾ ഈ മോക്ഷത്തിലൂടെ, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയാണ് മോക്ഷം എന്ന് ചിന്തിക്കുമ്പോൾ ദുഃഖനിവൃത്തി, ആത്യന്തികമായ ദുഃഖനിവൃത്തി, അൾട്ടിമേറ്റ് ആയിട്ടുള്ള ദുഃഖം ഇല്ലാതാക്കാനുള്ള ഒരു മാർഗം എന്നുള്ള രീതിയിലാണ് മോക്ഷത്തെ കാണുന്നത്. ദുഃഖം എന്ന് പറയുമ്പോൾ ആ ദുഃഖം ഇല്ലാതാക്കിയിട്ട് ആനന്ദം എന്ന ആനന്ദപ്രാപ്തിയിലേക്ക് നമ്മൾ എത്തിക്കണം. അതാണ് മോക്ഷത്തിലൂടെ നടക്കുന്നത്. അപ്പോൾ ദുഃഖനിവൃത്തി, ആനന്ദപ്രാപ്തി, ഈ ദുഃഖം ഉണ്ടാകുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ എല്ലാവരും എപ്പോഴും അനുഭവിക്കുന്നതാണ് ദുഃഖം സുഖം എന്നൊക്കെ. അപ്പോൾ ആ ദുഃഖം സുഖം എന്ന് അനുഭവിക്കുന്നതിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നത്, ഈ ദുഃഖത്തെ ഇല്ലാണ്ടാക്കണം. നമ്മൾ സുഖം അനുഭവിക്കുന്നുണ്ട്, അതിൻ്റെ കൂടെ തന്നെ ദുഃഖം അനുഭവിക്കുന്നുണ്ട്. ദുഃഖവും സുഖവും സമ്മിശ്രണമായിട്ടാണ് നമ്മൾ എപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ. അപ്പോൾ അങ്ങനെ ദുഃഖത്തിനെ പറ്റി, ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ള ഒരു ചിന്ത വരുമ്പോഴാണ് എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാവുന്നത് എന്ന് ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണ് നമുക്ക് ദുഃഖം ഉണ്ടാകുന്നത്? ആ ദുഃഖത്തെയാണ് നമുക്ക് നിവർത്തിക്കേണ്ടത്. സുഖവും ദുഃഖവും മാറി മാറി വരുന്നത്. ജീവിക്കുന്ന സമയത്ത് നമുക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം നമുക്ക് ആ സുഖവും ദുഃഖവും വന്നുകൊണ്ടിരിക്കുന്നത്. ആ ദുഃഖത്തെയാണ് നമ്മൾ ഇല്ലാതാക്കാൻ നോക്കുന്നത്. അതിനാണ് മോക്ഷം. അതാണ് അദ്വൈത വേദാന്തം നമുക്ക് പറഞ്ഞു തരുന്നത് ഉപനിഷത്തുകളിലൂടെ. അദ്വൈത വേദാന്തത്തിൻ്റെ പ്രമാണം എന്ന് പറയുന്ന ഉപനിഷത്താണ്. ഉപനിഷത്തിലൂടെ പറഞ്ഞു തരുന്നത് ദുഃഖ നിവർത്തിക്കാൻ വേണ്ടിയാണ്, പരമാനന്ദം പ്രാപിക്കാൻ വേണ്ടിയും. അപ്പോൾ ഈ ജീവിക്കുന്ന സമയത്ത് എല്ലാവരും നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ദുഃഖവും സുഖവും നിറഞ്ഞതാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ സുഖവും ദുഃഖവും ഉണ്ടാവുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞത് നമ്മുടെ കർമ്മങ്ങളാണ്. നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ കോൺസിക്വൻസ്, നമ്മുടെ പ്രവൃത്തിയുടെ ഫലം, അതാണ് കർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയുടെയും ഫലമാണ്
നമുക്ക് ദുഃഖവും സുഖവും ഉണ്ടാക്കി തരുന്നത്. ആ ദുഃഖവും സുഖവും ഉണ്ടാക്കി തരുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ പുണ്യവും പാപവും ഉണ്ടാകുന്നുണ്ട്. ഈ പുണ്യകർമ്മം, നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമ്മൾ പുണ്യകർമ്മം പാപകർമ്മം എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പുണ്യവും പാപവും നമുക്കറിയില്ല എങ്ങനെയാണ് വന്നു ചേരുന്നതെന്നൊന്നും. അതുകൊണ്ട് അതിനെ അദൃഷ്ടം എന്നാണ് പറയുന്നത്. പുണ്യവും പാപവും അദൃഷ്ടമാണ്. നമുക്കത് അറിയാൻ പറ്റില്ല, കാണാൻ പറ്റില്ല. പുണ്യവും പാപവും നമുക്ക് കാണാനും അറിയാൻ പറ്റില്ല. പക്ഷെ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അറിയാം. നമ്മൾ പ്രവൃത്തി ചെയ്യുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കോൺസിക്വൻസും നമുക്ക് മനസ്സിലാവും. പക്ഷെ പുണ്യവും പാപവും നമുക്കറിയാൻ പറ്റില്ല. അപ്പം നമ്മൾ പുണ്യവും പാപവും വന്നുകൊണ്ടിരിക്കുന്നു ജീവിതത്തിൽ എന്ന് പറയുന്നു. നമുക്ക് സുഖവും ദുഃഖവും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ സുഖവും ദുഃഖവും വരുന്നത് പുണ്യവും പാപവും നമ്മുടെ കർമ്മത്തിൻ്റെ ഫലമായിട്ടാണ്. അപ്പോൾ കർമ്മത്തെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഏതൊക്കെ തരത്തിലുള്ള കർമ്മങ്ങളിലൂടെ നമ്മൾ പോകണം. പുണ്യപ്രവൃത്തി ചെയ്യണം, അല്ലെങ്കിൽ പാപകർമ്മങ്ങൾ ചെയ്യാതിരിക്കണം എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമുക്കറിയാം, കർമ്മത്തിൽ നമുക്ക് പലപ്പോഴും ഒരു പ്രത്യേകിച്ച് കൺട്രോൾ ഇല്ലാതെ പോകുന്നു. നമ്മളെ കർമ്മത്തിലേക്ക് നയിക്കുന്നത് നമ്മുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളുമാണ്. നമ്മുടെ രാഗദ്വേഷങ്ങളാണ് കർമ്മത്തിലേക്ക് നയിക്കുന്നത്. ഏത് കർമ്മങ്ങളാണെങ്കിലും, എങ്ങനെയുള്ള കർമ്മങ്ങളാണെങ്കിലും കർമ്മത്തിലേക്ക് നമ്മളെ എത്തിക്കുന്നത് നമ്മുടെ രാഗദ്വേഷങ്ങളാണ്. അപ്പോൾ ഈ രാഗം, അതായത് രാഗദ്വേഷങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലതിനോട് ഇഷ്ടമുണ്ടാവും, ചിലതിനോട് വെറുപ്പുണ്ടാവും. ഈ രാഗദ്വേഷങ്ങളോടുകൂടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് അത് പുണ്യവും പാപവുമായി മാറുന്നത്, അല്ലെങ്കിൽ സുഖവും ദുഃഖവുമായി മാറുന്നത്. പുണ്യപ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അതിൽ സുഖം ഉണ്ടാവും, പാപകർമ്മം ചെയ്തു കഴിഞ്ഞാൽ അതിൽ ദുഃഖം ഉണ്ടാവും. പക്ഷെ പുണ്യവും പാപവും കൊണ്ടാണ് വീണ്ടും വീണ്ടും ഉള്ള ജനനം ഉണ്ടാകുന്നത്. നമ്മുടെ പുനർജന്മങ്ങൾ ഉണ്ടാകുന്നത് പുണ്യവും പാപവും കൊണ്ടാണ്. ആ പുണ്യവും പാപവും കൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ജനിക്കുമ്പോൾ നമ്മളെ കൂട്ടത്തിൽ തന്നെ സുഖവും ദുഃഖവും വരുന്നു. നമ്മൾ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ സുഖവും ദുഃഖവും നമ്മളെ കൂടെ തന്നെ വരുന്നു. ഇപ്പോൾ ഈ സുഖവും ദുഃഖവും വരാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് നമ്മളെ രാഗദ്വേഷങ്ങളാണ്. ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും. ഈ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതും വരുന്നതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ്. ഓരോന്നിനെ പറ്റിയും വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ് നമുക്ക് ചിലതിനോട് ഇഷ്ടം തോന്നുന്നത്, അല്ലെങ്കിൽ ദേഷ്യം തോന്നുന്നത് നമുക്ക് വ്യക്തമായ അറിവില്ലാത്തത് കൊണ്ടാണ്. അതിനാണ് അജ്ഞാനം എന്ന് പറയുന്നത്. ആ അജ്ഞാനത്തെ ഇല്ലാതാക്കുമ്പോൾ ആണ് മോക്ഷം ലഭിക്കുന്നത്. വേദാന്തത്തിൻ്റെ സിദ്ധാന്തത്തിൽ അജ്ഞാനത്തെയാണ് നമ്മൾ ഇല്ലാതാക്കുന്നത്. അജ്ഞാനം കാരണമാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നത്. രാഗദ്വേഷങ്ങൾ കാരണമാണ് പുണ്യപ്രവൃത്തിയും പാപപ്രവൃത്തിയും ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ പുണ്യകർമ്മവും പാപകർമ്മവും ഉണ്ടാകുന്നത് അജ്ഞാനം കാരണം. അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ജനനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ജനിക്കുമ്പോൾ വീണ്ടും നമുക്ക് സുഖവും ദുഃഖവും തരുന്നു ഓരോ ജന്മവും. അപ്പോൾ ആ സംസാരത്തിൻ്റെ ചക്രത്തിലാണ് നമ്മളെപ്പോഴും ഉള്ളത്. ആ ചക്രത്തിൽ നിന്ന് നമ്മൾ മാറി വരുന്നതാണ് മോക്ഷം എന്ന് പറയുന്നത്, അല്ലെ മുക്തി എന്ന് പറയുന്നത്. അതിന് ഉള്ള മാർഗമാണ് അദ്വൈത വേദാന്തം പറഞ്ഞു തരുന്ന ജ്ഞാനം. ജ്ഞാനത്തിലൂടെ ആണ് നമുക്ക് മോക്ഷം ലഭിക്കുന്നത്. നമ്മൾ ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും ജ്ഞാനം തന്നെയാണ് ലഭിക്കുന്നത്. അതിലൂടെയും മോക്ഷം നേടാം. പക്ഷെ അദ്വൈത സിദ്ധാന്തത്തിൽ അത് ഡയറക്റ്റ് പാത്താണ്. മറ്റൊന്നും ഇല്ലാതെ തന്നെ ഡയറക്റ്റായിട്ട് ജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നു. ആ ജ്ഞാനത്തിലൂടെ മോക്ഷം. അതിൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ഉപനിഷത്തുകൾ, ബ്രഹ്മജ്ഞാനത്തിൻ്റെ പ്രമാണം. ജ്ഞാനത്തിലൂടെ നമ്മൾ ബ്രഹ്മത്തെയാണ് അറിയുന്നത്.
ആ ബ്രഹ്മത്തെ അറിയുന്നതിനാണ് ഈ അദ്വൈത വേദാന്തത്തിൻ്റെ ശ്രവണ മനന നിധിധ്യാസനം മെത്തേഡിലൂടെ നമ്മൾ ഓരോരോ സ്റ്റെപ്പായിട്ട് പഠിച്ച് ശ്രവണം നമ്മൾ കേട്ട് മനസ്സിലാക്കുന്ന ആദ്യം, പിന്നെ അതിലുള്ള റീസണിങ് ചെയ്യുന്നു, അതിലുള്ള ചോദ്യങ്ങളും അതിൻ്റെ അകത്തുള്ള നമുക്ക് ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയുള്ള വഴികൾ കണ്ടെത്തുന്നു, ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളും ഒക്കെ നമ്മൾ മനനത്തിലൂടെ ഇല്ലാതാക്കുന്നു. ആ മനനത്തിന് ശേഷം നിരുധ്യാസനത്തിലൂടെ അതിനെ നമ്മുടെ ജീവിത ശൈലിയാക്കി മാറ്റുന്നു. അതാണ് ശ്രവണ മനന നിരുധ്യാസനം എന്ന് പറയുന്ന 3 മെത്തേഡ്. ഈ ശ്രവണ മനന നിരുധ്യാസനത്തിലേക്ക് പോകുമ്പം തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ കേട്ട കാര്യങ്ങൾ നമുക്ക് ഓർമ്മയിൽ വരും. കേൾക്കുന്ന ഈ ശ്രവണത്തിലൂടെ നമ്മൾ വേദാന്തത്തിലെ അല്ലെങ്കിൽ ഉപനിഷത്തിലെ ഭാഗങ്ങൾ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ചിലപ്പോൾ അത് മറന്നുപോകും, വീണ്ടും വീണ്ടും കേൾക്കേണ്ടി വരും. പക്ഷേ ഇത് കേട്ട് മനസ്സിലാക്കി മനനം ചെയ്യുമ്പോഴും മനനത്തിലൂടെ പോകുമ്പോഴും നമുക്ക് പലപ്പോഴും തടസ്സങ്ങളുണ്ടാവും. പല തടസ്സങ്ങളും വന്നു ചേരും. ഈ തടസ്സങ്ങളെയൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ളതാണ് സാധന ചതുഷ്ടയം. 4 സാധനകൾ പറയുന്നത്. അതിലാണ് വിവേകം, വൈരാഗ്യം, പിന്നെ ഷട്ട് സമ്പത്ത്, 6 സമ്പത്തുകൾ, മുമുക്ഷുത്വം, അങ്ങനെയുള്ള 4 ക്വാളിഫിക്കേഷൻസ് നമ്മൾ ഇതിലേക്കുള്ള 4 സാധനകളാണ് വേദാന്തം നിഷ്കർഷിച്ചിട്ടുള്ളത്. അതാണ് വിവേകം. നമ്മൾ കുറച്ചൊക്കെ വിവേകം മനസ്സിലാക്കി എന്താണ് വിവേകം എന്നും അതിൽ വിവേകത്തിലൂടെ നമ്മൾ എന്താണ് മനസ്സിലാക്കുന്നതും എങ്ങനെയൊക്കെയാണ് നമ്മൾ നിത്യവസ്തുക്കളും അനിത്യവസ്തുക്കളും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയാണ് അറിയേണ്ടത്. നിത്യവസ്തു എന്ന് പറയുന്നത് ബ്രഹ്മമാണ്. ആ നിത്യവസ്തു അനിത്യവസ്തുക്കളിൽ നിന്ന് വേറെയാണ്. അനിത്യവസ്തു എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ചമാണ്. പ്രപഞ്ചം എന്ന് പറയുന്നത് സദാ മാറിക്കൊണ്ടിരിക്കുന്നതാണ്. ആ സദാ മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം, നമ്മുടെ മുന്നിലുള്ള പ്രപഞ്ചം, അതും ഞാനെന്ന് പറയുന്ന ബോധവും വേറെ തന്നെയാണ്. ഞാനെന്ന ബോധം നിത്യമാണ്. പക്ഷെ പ്രപഞ്ചം എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്നതാണ്. അതാണ് നമ്മൾ ഇത്രയും നാൾ നോക്കിയിട്ട് മനസ്സിലാക്കിയത് വിവേകം. അപ്പോൾ ആ വിവേകത്തിലൂടെ നമ്മൾ അനിത്യവസ്തുക്കളെയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. നിത്യവസ്തുക്കളിൽ മാത്രമാണ് നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മളൊരു വിവേകിയായി മാറുന്നത്. ആ വിവേകജ്ഞാനമാണ് അൾട്ടിമേറ്റ്ലി നമ്മളെ ഇതിലെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്. ആ വിവേകം തന്നെയാണ് നമ്മളെ ജ്ഞാനത്തിലേക്ക് നയിക്കുന്നത്, നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നതും. ആത്മജ്ഞാനത്തിൽ ഞാൻ എന്താണെന്നറിയുന്നു, ഞാനെന്ന ബോധം എന്താണെന്ന് മനസ്സിലാകുന്നു. ചുറ്റുപാടുള്ള വസ്തുക്കൾ അനിത്യവസ്തുക്കളാണ് ചുറ്റുപാടുള്ളത്. അവയും ഞാനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയുന്നു. ആ നിത്യവസ്തുക്കളെയൊക്കെ ഒഴിവാക്കേണ്ടതാണ്. അങ്ങനെ ഒഴിവാക്കാനുള്ള ഒരു മാർഗമാണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അതാണ് അടുത്ത സാധനാ ചതുഷ്ടയത്തിലെ 2ാമത്തെ പോയിന്റ്, 2ാമത്തെ ക്വാളിഫിക്കേഷൻ. അർത്ഥ ഫലഭോഗ വിരാഗത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അർത്ഥ ഫലഭോഗങ്ങളിൽ നമുക്ക് ഇച്ഛയില്ലാണ്ടാവുക. അതാണ് വൈരാഗ്യത്തിൻ്റെ മീനിങ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ്, എന്തിനാണ് ആവശ്യം. ഈ അർത്ഥഫലഭോഗങ്ങളിലെ ഇച്ഛയില്ലാണ്ടാവേണ്ടത് എന്തിനു വേണ്ടിയാണ്? അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, അർത്ഥം അതിൻ്റെ മീനിങ് ആണ്.
സമ്പത്ത്, ധനം, പണം, പ്രശസ്തി, പൊസിഷൻ, ഇതൊക്കെയാണ് നമ്മൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അതിൻ്റെയുള്ള മീനിങ് ആയിട്ട് വരുന്നത്. നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും ആദ്യം അതിൻ്റെ മീനിങ് ആണ് നോക്കുന്നത്. അല്ലെങ്കിൽ അതിൽ അർത്ഥം, നമുക്ക് എന്ത് നേടാം, പണം, സമ്പത്ത്, പ്രശസ്തി, ഇതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോരോ പ്രവൃത്തിയിലും ഏർപ്പെടുന്നത്. അപ്പം ഇതിനെയൊക്കെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരിക്കലും പറ്റാറില്ല. ഇതിനൊക്കെ ലിമിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്കൊരിക്കലും പറ്റാറില്ല. എവിടെയാണ് ലിമിറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്കറിയുന്നില്ല. അർത്ഥം, ആ അർത്ഥത്തിലെ ഇച്ഛയില്ലാണ്ടാവുക. അതിൽ ഇച്ഛയില്ലാതായി കഴിഞ്ഞാൽ തന്നെ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് നമുക്ക് സൊല്യൂഷൻ കിട്ടും. നമ്മൾ ഒരു കർമ്മയോഗി ആവുന്നത്, അല്ലെങ്കിൽ നിഷ്കാമ കർമ്മം നമ്മൾ അനുഷ്ഠിക്കുന്നത്, ആ സമയത്ത് നമ്മൾ അർത്ഥം നോക്കുന്നില്ല. നമ്മൾ അതിലുള്ള നമ്മുടെ ബെനിഫിറ്റ് എന്താണെന്ന് നോക്കുന്നില്ല. ആ ഒരു ഫലം നോക്കാതെ, അർത്ഥം അല്ലെങ്കിൽ അതിൽ നമുക്ക് ആർജിക്കാവുന്ന സമ്പത്ത്, ധനം, ഇതൊന്നും നോക്കാതെ നമ്മൾ പ്രവർത്തിക്കുമ്പോഴാണ് അതിൽ നമുക്ക് രാഗമില്ല, ദേഷ്യമില്ലാതെ നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മൾ അതിൻ്റെ ഗുണഫലങ്ങൾ മാത്രം നോക്കുമ്പോൾ നമ്മൾ അതിൽ അകൃഷ്ടരാവുകയാണ്. ആ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമ്മൾ അതിൻ്റെ ഫലം നോക്കുകയാണ്. ഫലം കാണുമ്പോഴാണ് നമ്മൾ അതിൽ അകൃഷ്ടരാവുകയാണ്. അപ്പോൾ അതിലൂടെ നമ്മൾ ജനറേറ്റ് ചെയ്യുന്നത് കർമ്മങ്ങളാണ്. അപ്പം നമുക്ക് അൾട്ടിമേറ്റായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കർമ്മങ്ങളെ ജനറേറ്റ് ചെയ്യരുത്. നമ്മുടെ പ്രവൃത്തിയിൽ കർമ്മങ്ങൾ ഇല്ലാണ്ടാവണം. കർമ്മങ്ങൾ ഇല്ലാതാവാൻ നമ്മൾ പറഞ്ഞ് രാഗദ്വേഷങ്ങൾ ഇല്ലാതാവണം. അപ്പം അർത്ഥം നോക്കിയിട്ട് നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് രാഗദ്വേഷം ഉണ്ടാവും. അതിലൂടെ നമ്മൾ കർമ്മങ്ങൾ ജനറേറ്റ് ചെയ്യും. പുണ്യം ആയിക്കോട്ടെ, പാപം ആയിക്കോട്ടെ, രണ്ട് തരത്തിലുള്ള കർമ്മങ്ങളും വരാം. നമുക്കറിയില്ല ഏതൊക്കെ രീതിയിലാണ് അത് വരുന്നത് എന്ന്. പക്ഷെ അതുകൊണ്ടാണ് ഈ അർത്ഥം നോക്കാതെ അർത്ഥത്തിൽ ഇച്ഛയില്ലാതാവണം. അതുപോലെ തന്നെയാണ് ഫലം എന്ന് പറഞ്ഞാൽ അതിൻ്റെ നേട്ടം എനിക്കുണ്ടാകുന്നതിന് അർത്ഥം പോലെ തന്നെയാണ് അതിൻ്റെ നേട്ടം. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ തിരിച്ചെനിക്ക് എന്ത് കിട്ടും. നമ്മൾ ഓരോരോ പ്രവൃത്തിയിലും ഇപ്പം ഒരു പുണ്യപ്രവൃത്തിയായിട്ട് നമുക്ക് തോന്നുന്നത്, ആ പുണ്യം നമ്മൾ ചെയ്യുന്ന സമയത്തും നമ്മൾ അതിലെ അർത്ഥം തന്നെയാണ് നോക്കുന്നത്, അത് ഫലം തന്നെയാണ് നോക്കുന്നത്. നമ്മൾ ആ പ്രവൃത്തി പുണ്യമായിരിക്കും, പക്ഷേ അതിൽ നമ്മൾ ആ പുണ്യപ്രവൃത്തി കൊണ്ട് നമുക്കൊരു പുണ്യം കിട്ടണേ എന്നുള്ള ചിന്തയാണ്. അപ്പം അവിടെയും നമുക്ക് കർമ്മം തന്നെയാണ് ജനറേറ്റ് ആവുന്നത്. നമ്മൾ അങ്ങനെ പുണ്യം നോക്കിയിട്ട് നമ്മളൊരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ വീണ്ടും ഒരു ഫൗണ്ടേഷൻ ഇടാണ് അടുത്ത ജന്മത്തിന് വേണ്ടിയുള്ള കാര്യം. പുണ്യം നമുക്ക് ഉണ്ടാകുമ്പം ജനിച്ചല്ലേ പറ്റൂ, പാപം ഉണ്ടാകുമ്പോഴും നമുക്ക് ജനിച്ചേ പറ്റൂ. നമ്മൾ ഈ ജനന മരണത്തിൻ്റെ സൈക്കിളാണ് ബ്രേക്ക് ചെയ്യേണ്ടത്. അപ്പം ആ ജനന മരണത്തിൻ്റെ സൈക്കിൾ ബ്രേക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കർമ്മം ജനറേറ്റ് ചെയ്യാതെ നോക്കണം. കർമ്മം ജനറേറ്റ് ചെയ്യേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഫലം നോക്കരുത്. ഫലം നോക്കിയിട്ട് നമ്മൾ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അത് ഈശ്വരന് വേണ്ടിയുള്ള പുണ്യം ആയിക്കോട്ടെ, ഈശ്വരൻ്റെ പ്രാർത്ഥനയല്ല, ഈശ്വരന് വേണ്ടിയുള്ള എന്തെങ്കിലും പുണ്യപ്രവൃത്തി ചെയ്യുമ്പോഴാണെങ്കിൽ പോലും നമ്മൾ അതിൽ ഫലം കാണുകയാണെങ്കിൽ, നമ്മൾ തിരിച്ച് നമുക്ക് എന്തെങ്കിലും പുണ്യം കിട്ടും എന്നുള്ള തോന്നലിലാണ് നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ നമ്മൾ കർമ്മത്തിന് ബാധ്യസ്ഥനാണ്. അവിടെ കർമ്മം ഉണ്ടാവും, കർമ്മം ജനറേറ്റ് ചെയ്യപ്പെട്ട് ഇരിക്കും. കാര്യം നമ്മൾ ചെയ്യുന്നത് ഈശ്വരന് വേണ്ടിയാണെങ്കിലും മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുന്നതാണെങ്കിലും പോലും നമ്മൾ അതിൽ ഒരു ഫലവും നോക്കാതെ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ മാത്രമേ നമ്മൾ ഈ കർമ്മത്തിൻ്റെ ബ്രേക്കേജ് ഉണ്ടാവും.
അങ്ങനെ കർമ്മത്തിൻ്റെ ബ്രേക്കേജ് നമുക്ക് കിട്ടുന്നില്ല എങ്കിൽ നമ്മൾ വീണ്ടും ജനിക്കും, വീണ്ടും ജനന മരണങ്ങൾ ഉണ്ടാവും. അപ്പം അത് പുണ്യപ്രവൃത്തിയാണെങ്കിൽ ഒക്കെ നല്ല ജന്മങ്ങൾ ഉണ്ടാവും. പക്ഷെ പാപമാണെങ്കിൽ, പാപകർമ്മമാണെങ്കിൽ നമുക്ക് ദുഃഖകരമായിട്ടുള്ള ജന്മങ്ങൾ ഉണ്ടാവും. അപ്പം ആ ജനന മരണത്തിൻ്റെ സൈക്കിൾ ഇല്ലാതാക്കണം എന്നുണ്ടെങ്കിൽ ഫലം നോക്കാതെ തന്നെ നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ഫലത്തിൽ ഇച്ഛയുണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെയാണ് ഭോഗേച്ഛയും. ഭോഗം എന്ന് പറയുമ്പോൾ നമ്മളെ സ്വന്തമാക്കാനുള്ളൊരു ശ്രമമാണ്. എന്തും നമുക്ക് സ്വന്തമാക്കിയെടുക്കണം എന്നുള്ളൊരു ചിന്തയാണ്. അവിടെയാണ് നമുക്ക് ഇഷ്ടവും അനിഷ്ടങ്ങളും ഉണ്ടാകുന്നത്. നമ്മളെ സ്വന്തമാക്കുക, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നത് മുഴുവനും നമുക്ക് സ്വന്തമാക്കിയെടുക്കണം, നമ്മളതാക്കി മാറ്റണം. എന്ത് കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ, എന്ത് നല്ലത് കണ്ടു കഴിഞ്ഞാൽ അത് സ്വന്തമാക്കണം, എല്ലാം സ്വന്തമാക്കണം എന്നുള്ള തോന്നൽ വരും. അപ്പോൾ ആ തോന്നലുകൾ ഇല്ലാതാവണം. അതാണ് ആസക്തി. ഭോഗം എന്ന് പറയുന്ന ആസക്തി, ഓരോന്നിലുള്ള ആസക്തി. ഏത് തരം അഡിക്ഷൻ എന്ന് പറയുന്നത് ആസക്തി ഉണ്ടാകുന്നത് അങ്ങനെയാണ്. നമ്മൾ സ്വന്തമാക്കണം എന്നുള്ള തോന്നലാണ്. എല്ലാം സ്വന്തമാക്കണം എന്ന് തോന്നലിലൂടെയാണ് നമുക്ക് മുഴുവനും വേണം. നമുക്ക് കുറച്ച് കൊണ്ടൊന്നും നമുക്ക് തൃപ്തിയാവുന്നില്ല. അതാണ് മുഴുവൻ വേണം. ആ മുഴുവൻ വേണമെന്ന് തോന്നുന്നത് തന്നെ ആസക്തിയാണ്. ആ ആസക്തിയിൽ നിന്ന് നമ്മൾ പിന്തിരിയണം. ആസക്തി ഉണ്ടാവുന്നത് അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് രാഗദ്വേഷം തന്നെയാണ്. ആ രാഗദ്വേഷത്തിൽ നിന്ന് വീണ്ടും കർമ്മങ്ങൾ ജനറേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ ആസക്തിയിൽ നിന്നും ഭോഗത്തിൽ നിന്നും വീണ്ടും കർമ്മങ്ങൾ ജനറേറ്റ് ചെയ്യപ്പെടും. അത് ഒഴിവാക്കുന്നതും ആണ് വൈരാഗ്യം എന്ന് പറയുന്നത്. അർത്ഥ, ഫലം, ഭോഗം ഇവയിലുള്ള ഇച്ഛയില്ലാണ്ടാവലാണ് വൈരാഗ്യം. പൂർണ്ണ വൈരാഗ്യം എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ വൈരാഗ്യം എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യേണ്ടതാണ്. വൈരാഗ്യം അത് വലിയൊരു സ്റ്റെപ്പാണ്, നമ്മളെ മുന്നിലേക്ക് കാണിച്ചു തരുന്ന വലിയ സ്റ്റെപ്പാണ്. അദ്വൈത വേദാന്തത്തിലെ മോക്ഷപ്രാപ്തിക്ക് എത്താനുള്ള വലിയൊരു സ്റ്റെപ്പാണ്. നമ്മുടെ എല്ലാ ബ്ലോക്കേജുകളും, അതിലേക്ക് പോകാനുള്ള മോക്ഷത്തിലേക്ക് എവിടെയൊക്കെ നമുക്ക് സ്റ്റോപ്പേജുകൾ ഉണ്ടാകുന്നോ ആ സ്റ്റോപ്പേജുകളിൽ നിന്നൊക്കെ നമ്മളെ മോചിപ്പിച്ചു തരുന്നത് വൈരാഗ്യമാണ്. ആ വൈരാഗ്യത്തിൻ്റെ പ്രാക്ടീസിലൂടെയാണ്. എല്ലാ ഉപനിഷത്തുകളും അല്ലെങ്കിൽ പ്രകടന ഗ്രന്ഥങ്ങളിലും എടുത്തു കഴിഞ്ഞാൽ വൈരാഗ്യത്തിന് വളരെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നുണ്ട്. വൈരാഗ്യം പ്രാക്ടീസ് ചെയ്യേണ്ടതാണ് എല്ലാ കാലവും. നമ്മളന്ന് കേനോപനിഷത്തിലും അത് ഇങ്ങനെയാണ് പറയുന്നത്: ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യദ്വാജോഹവാചം സൗ പ്രാണസ്യ പ്രാണ ചക്ഷുഷക്ഷുരതിമുച്യ ധീരാഹ പ്രേത്യാസ്മാത് ലോകാത് അമൃതാ ഭവന്തി. നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ഈ മന്ത്രത്തിനെ പറ്റി. ശ്രോത്രത്തിൻ്റെ ശ്രോത്രാണ്, മനസ്സിൻ്റെ മനസ്സാണ്. ഇത് ബ്രഹ്മത്തിനെ പറ്റിയാണ് പറയുന്നത്. ശ്രോത്രത്തിൻ്റെ ശ്രോത്രമാണ്, മനസ്സിൻ്റെ മനസ്സാണ്, പ്രാണൻ്റെ പ്രാണനാണ്, ചക്ഷുഷിൻ്റെ കണ്ണുകളുടെ കണ്ണാണ്. അതിമുച്യ ഇങ്ങനെയുള്ളതിനെയൊക്കെ, ഇന്ദ്രിയങ്ങളെയൊക്കെ നമ്മൾ അതിമുച്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുകളയണം, ഉപേക്ഷിക്കണം. ഈ ഇന്ദ്രിയങ്ങളിലൂടെ കിട്ടുന്ന നമ്മുടെ അറിവുകളെ ഒക്കെ ഉപേക്ഷിക്കണം എന്നാണ് പറയുന്നത്. ജ്ഞാനത്തെ, ഇന്ദ്രിയങ്ങളൊക്കെ ഓരോന്നിലേക്ക് നമ്മളിൽ എത്തുന്ന സമയത്തും അവിടെയൊക്കെ നമുക്ക് അതിലേക്കുള്ള ആസക്തി, അട്രാക്ഷൻ, സംഘമാണ് ഉണ്ടാക്കുന്നത്. ആ സംഘത്തെയൊക്കെ ഉപേക്ഷിക്കണം. ചക്ഷുര അതിമുച്യ അതിനെ ഉപേക്ഷിച്ച് അതിമുച്യ ധീരാഹ ഇതിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ അവൻ ധീരനാണെന്നാണ് പറയുന്നത്. ഈ ധീരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്വൈത വേദാന്തത്തിൽ സാധനാ ചതുഷ്ടയം പ്രാക്ടീസ് ചെയ്ത ആളെ ധീരന്മാരെന്നാണ് വിളിക്കുന്നത്. ഈ സാധനാ ചതുഷ്ടയത്തിലെ 4 പ്രാക്ടീസും സ്ഥിരമായിട്ട് ചെയ്യുന്ന ആളെ ധീരന്മാരെന്ന് വിളിക്കും.
ആ ധീരനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചക്ഷുഷച്ചക്ഷുരതിമുച്യ ധീരാഹ പ്രേത്യാസ്മാത് ലോകാത് അമൃതാ ഭവന്തി. പ്രേത്യാസ്മാത് ലോകാത്, ഈ ലോകത്തിൽ നിന്ന് പിന്തിരിയാനാണ് പറയുന്നത്. ഈ ലോകത്തിൽ നിന്ന് പ്രേത്യാസ്മാത് ലോകാത്, ഈ ലോകത്തിൽ നിന്ന് പിന്തിരിഞ്ഞു കഴിഞ്ഞാൽ അമൃതമാണ് സംഭവിക്കുന്നത്. അമൃതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമരത്വം, പിന്നെ മരണമില്ല, അല്ലെങ്കിൽ ജനന മരണങ്ങൾ പിന്നെ ഉണ്ടാവുന്നില്ല. പ്രേത്യാസ്മാത് ലോകാത് അമൃതാ ഭവന്തി എന്നാണ്. ഇത് വൈരാഗ്യത്തിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് കാണിക്കുന്ന ഒരു മന്ത്രം തന്നെയാണ്. അപ്പോൾ ഈ ലോകത്തിൽ നിന്ന് പിന്തിരിയണമെങ്കിൽ നമുക്ക് വൈരാഗ്യം കൂടിയേ പറ്റൂ. ആ വൈരാഗ്യത്തിൻ്റെ മുന്നേയുള്ള വിവേകം ഉണ്ടായിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വിവേകിയായി കഴിഞ്ഞു കഴിഞ്ഞാൽ, വിവേകം വന്നു കഴിഞ്ഞാൽ, നിത്യാനിത്യ വസ്തുക്കളിലുള്ള വിവേകം എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വൈരാഗ്യത്തിലേക്ക് എളുപ്പത്തിലെത്താൻ പറ്റും. ആ വൈരാഗ്യമാണ് നമ്മൾ എപ്പോഴും പ്രാക്ടീസ് ചെയ്യേണ്ടത്.